ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നീർറവയിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ദൈവം ചിന്തിക്കുവാൻ കർത്താവ് തന്ന അവസരത്തിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി 26-ാം സങ്കീർത്തനം 6ഉം 7ഉം വാക്യങ്ങൾ. 7-ാം വാക്യത്തിൻ്റെ പകുതി. സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിനും നിന്റെ അത്ഭുത പ്രവൃത്തികളൊക്കെയും വർണ്ണിക്കേണ്ടതിനും ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു. ഒന്നുകൂടെ, സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിനും നിന്റെ അത്ഭുത പ്രവൃത്തികളൊക്കെയും വർണ്ണിക്കേണ്ടതിനും ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണല്ലോ. എൻ്റെ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു. എന്തിന്? അതെന്തിനാണെന്ന് അവൻ പറയുന്നു. സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിന് നിന്റെ അത്ഭുത പ്രവൃത്തികളൊക്കെയും വർണ്ണിക്കേണ്ടത്. അപ്പോൾ കുറ്റമില്ലായ്മ, ദൈവസന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ എന്ന ഉള്ളവന് മാത്രമേ ദൈവത്തെ സ്തോത്രസ്വരം കേൾപ്പിക്കാൻ, അല്ലെങ്കിൽ സ്തോത്രം ചെയ്ത ആ അർത്ഥവത്തായ സ്തോത്രം നമ്മുടെ അധരങ്ങളിൽ നിന്ന് വരണമെങ്കിൽ ഈ അനുഭവമുള്ളതാണ് കുറ്റമില്ലായ്മ. ഈ ബന്ധത്തിൽ ഒരു 3 ചിന്തകൾ പങ്കുവയ്ക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. കുറ്റമില്ലായ്മയിൽ കൈകളെ കഴുകുന്നു. എത്ര പ്രാഗൽഭ്യത്തോടാണ് അവൻ പറയുന്നത്. എനിക്ക് സ്തോത്രസ്വരം കേൾപ്പിക്കണം, അല്ലെങ്കിൽ സ്തുതിക്കണം, ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ വർണ്ണിക്കണം. അതുകൊണ്ട് ഞാൻ കുറ്റമില്ലായ്മയിൽ ജീവിക്കുന്നു. ഞാൻ ദൈവസന്നിധിയിൽ നമുക്ക് പറയാൻ കഴിയുമോ? ഇന്ന് പൊതുവേ പറഞ്ഞത് ഞാൻ കുറ്റമില്ലായ്മയെന്ന് പറയാനൊക്കെയില്ല. ആരുണ്ട് എല്ലാം തികഞ്ഞവരായിട്ട്? ആരെയെങ്കിലും അവരുടെ ജീവിതത്തിലെ ഏതെങ്കിലും പോരായ്മകൾക്ക് ശാസിച്ചാൽ, അല്ലെങ്കിൽ ഗുണദോഷിച്ചാൽ ഉടനെ ചോദിക്കുന്ന മറുചോദ്യമാണ്, ആരുണ്ട് ഉദ്ദേശി? അത് ഈ പാവത്തെ മറയ്ക്കാൻ ആരുണ്ട്? എന്നാൽ ഒരുത്തനോട് പറയുന്നു, കുറ്റമില്ലായ്മയിൽ എൻ്റെ ഹൃദയത്തെ എൻ്റെ കൈകളെ കഴുകുന്നു. കൈകൾ പ്രവൃത്തിയാണല്ലോ കാണിക്കുന്നത്. പിലാത്തോസും ഒരിക്കൽ കൈ കഴുകി. അതും പറഞ്ഞ്, ഈ നീമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, ഞാനിതിൽ നിരപരാധി എന്നും പറഞ്ഞ് കൈ കഴുകുക. പക്ഷേ പങ്കില്ലാതെ വരുമോ? ഈ കുറ്റമില്ലായ്മ ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ കുറ്റമറ്റ നിലവാരം ഉണ്ടാകണമെങ്കിൽ 2-3 കുറ്റമറ്റ ഘടകങ്ങൾ ഉണ്ടാകണം. 1, കുറ്റമറ്റ ഹൃദയം. 2, കുറ്റമറ്റ മനസ്സാക്ഷി. നിങ്ങളുടെ ആരെയെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോ? ദൈവവചനം എന്തോ പറയുന്നു? യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 21ഉം 22ഉം വാക്യങ്ങൾ നമുക്ക് നോക്കാം. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 21ഉം 22ഉം. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നു എങ്കിൽ നമ്മുടെ ഹൃദയത്തെ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനും എന്ന് നമ്മുടെ ഹൃദയത്തെ അവന് സന്നിധിയിൽ ഉറപ്പിക്കാം. ഇത് വാക്യം 21. പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. അപ്പോൾ കുറ്റമറ്റ ഹൃദയം, കുറ്റമില്ലായ്മയിൽ കയ്യിലെ കഴുകുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം കുറ്റപ്പെടുത്തുന്നതാകരുത്. യോഹന്നാൻ പറയുന്നു, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ പലർത്തും കാണാം ഹൃദയ പരമാർത്ഥികൾ. ദിവസത്തിൽ മനുഷ്യഹൃദയം ഈ പമ്പിങ് സ്റ്റേഷൻ അല്ലല്ലോ. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും രക്തം പമ്പ് ചെയ്യുന്ന ആ പമ്പിങ് സ്റ്റേഷനെ ഉദ്ദേശിച്ചല്ല. മുഷ്ടിയുടെ ഓരോ മനുഷ്യൻ്റെയും മുഷ്ടിയുടെ വലിപ്പമുള്ള ആ മാംസളമായ അവയവത്തെ ഉദ്ദേശിച്ചല്ലോ വേദപുസ്തകത്തിൽ ഹൃദയം എന്ന് പറയുന്നത്. യെരമ്യാ പ്രവചനം 17-ാം അധ്യായത്തിൽ ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത് അത് ആരാഞ്ഞറിയുന്നവനാർ എന്ന് കാണാം. എന്നിട്ട് യഹോവയെ ഞാൻ ഹൃദയങ്ങളെ ശോധന ചെയ്ത്
ഓരോരുത്തരും അവനവൻ്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും കൊടുക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ അത് ഇംഗ്ലീഷിലെ ഭാഷാന്തരത്തിൽ ഡെസ്പറേറ്റ്ലി വിക്കറ്റ്, അങ്ങേയറ്റം ദുഷ്ടത നിറഞ്ഞതെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ മനുഷ്യ ഹൃദയത്തിൽ നിന്ന് തന്നെ പുറപ്പെടുന്നതിൻ്റെ ലിസ്റ്റ് സുവിശേഷങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചിന്താ ഒത്തിരി കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവ അകത്തു നിന്ന് പുറപ്പെടുന്നതാണ്. നമ്മുടെ ഹൃദയം ഒരിക്കലും കുറ്റം വിധിക്കുന്നതായിരിക്കത്തില്ല, കുറ്റം വിധിക്കുന്നതായിരിക്കും. യോനാൻ പറഞ്ഞു, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് പ്രാഗൽഭ്യമുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ഹൃദയം കഴുകപ്പെട്ട, ഹൃദയത്തിൽ ശുദ്ധിയുള്ളവരെ കർത്താവ് പറഞ്ഞല്ലോ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയോടെ ഹൃദയം വിശുദ്ധമാകണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാവവും പോക്കി ശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ ശുദ്ധി വരത്തുള്ളൂ. യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടാത്തോളം കാലം മനുഷ്യ ഹൃദയം വിശുദ്ധമാകത്തില്ല. അങ്ങനെ കഴുകപ്പെട്ടവൻ അവിടെയും നിൽക്കാൻ പറ്റുകയില്ല, പിന്നെയും കഴുകൽ പ്രാപിക്കണം. എബ്രായലേഖനം 10-ാം അധ്യായം 19-ാം വാക്യം മുതൽ 21 വരെ ഏതാണ്ട് ഒരൊറ്റ വാക്യമായിട്ട് അത് കൊടുത്തിരിക്കുന്നത് ഞാൻ വായിക്കാം. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടെ നമുക്ക് പ്രദർശിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തില്ല. അപ്പോൾ ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ എന്ന് 1 യോഹന്നാൻ 3:21 പറയുമ്പോൾ ഈ എബ്രായലേഖനം 10-ാം അധ്യായം 19-ാം വാക്യം മുതൽ 22-ാം വാക്യം വരെ പറഞ്ഞിരിക്കുന്ന ആ അനുഭവത്തിൽ വേണം നാം പോകാൻ. 2 പ്രാവശ്യം പറഞ്ഞു, ഹൃദയങ്ങൾ തളിക്കപ്പെട്ടവരും, മാത്രമല്ല പരമാർത്ഥ ഹൃദയത്തോടെ. ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം നേരുള്ളതെങ്കിൽ, അല്ലെങ്കിൽ കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ നമ്മെ ശുദ്ധീകരണം പ്രാപിച്ച് നമ്മെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമ്മുടെ ആഗ്രഹം, അഭിലാഷം, ചിന്ത, വിചാരങ്ങൾ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അവനെ സമർപ്പിച്ച് അവ വിശുദ്ധീകരിക്കപ്പെട്ട ചിന്തകളെല്ലാം ദൈവത്തിന് പ്രസാദമായി മാറുമ്പോൾ, ആഗ്രഹങ്ങൾ ദൈവത്തിന് പ്രസാദമായി മാറുമ്പോൾ, അഭിലാഷം ദൈവത്തിന് പ്രസാദമായി മാറുമ്പോൾ, ദൈവം ചെയ്യുന്ന കർത്താവിന് സമർപ്പിച്ച ഹൃദയത്തിൽ നിന്ന് അവന് ഇഷ്ടമായത് മാത്രം വരുമ്പോൾ നമുക്ക് ഹൃദയം പ്രാഗൽഭ്യമുണ്ട്. ഹൃദയം യോഹന്നാൻ പറയുന്നല്ലോ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നതാണെങ്കിൽ നമ്മുടെ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു. എന്നാൽ കുറ്റമറ്റ ഹൃദയത്തോടെ ദൈവസ്ഥൽ നിൽക്കുന്നവരെങ്കിൽ പ്രാഗൽഭ്യമുണ്ട്. അബ്ബാ പിതാവേ എന്ന് ധൈര്യമായി വിളിക്കുവാൻ കഴിയും. അപ്പോൾ ക്രിസ്തീയ വിശ്വാസിയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കുറ്റമറ്റ ഹൃദയം. ദൈവാത്മാവിൽ യേശുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ, ദൈവവചനത്താലും ദൈവാത്മാവിനാലും നിരന്തരം വിശുദ്ധീകരിക്കപ്പെട്ട ശരീരത്തിലെ മാലിന്യമുള്ള സകല മാലിന്യവും നീക്കി ദൈവ നിയന്ത്രിതരായി ജീവിക്കുമ്പോൾ, കുറച്ചുകൂടെ തെളിച്ച് പറഞ്ഞാൽ കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജരീയങ്ങളല്ല, കോട്ടകളെ ഇരിപ്പാൻ ദൈവത്തിൽ ശക്തിയുള്ളവയാണ്. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും വിചാരങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും
ഇടിച്ചു കളഞ്ഞ്. അത് വാക്യം തന്നെ വായിക്കാം. 2 കൊരിന്ത്യർ 10-ാം അധ്യായം 4-5. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജയങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസ്ഥലിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. ഇത് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ നിരന്തരം നടക്കേണ്ടതാണ്. എന്ത്? ഏത് വിചാരത്തെയും, ഏത് ചിന്തയെയും, ബ്രിങ്ങിങ് ഡൗൺ എവറി തോട്ട്, ഏത് വിചാരത്തെ, ഏത് ചിന്തയെയും നമ്മൾ ദൈവത്തിൻ്റെ കർത്താവിനുള്ള പരിജ്ഞാനത്തിൻ്റെ വിരോധമായി, ക്രിസ്തുവിനെ അറിയുന്ന അറിവിന് വിരുദ്ധമായ ധാരാളം ചിന്തകൾ എല്ലാ മനുഷ്യരിലും ഉണ്ടാകാം, എല്ലാ വിശ്വാസികളും ഉണ്ടാകാം, വരാം. കാര്യം പാപലോകത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ ദൈവാത്മാവിൻ്റെ ആയുധങ്ങളാൽ അവയെ പിടിച്ചടക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ഹൃദയത്തെ നിരന്തരം ശുദ്ധീകരിച്ച കർത്താവിൻ്റെ സ്വൽ കുറ്റമറ്റവരായി, മറ്റു വാക്കുകൾ പറഞ്ഞാൽ, കർത്താവേ നീ അറിയാതെ ദാവീദ് പറഞ്ഞ പോലെ, നീ അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ എൻ്റെ ഹൃദയത്തെ പരീക്ഷിച്ചു, ശോധന ചെയ്തു. സ്തോത്രം. അങ്ങനെ കുറ്റമറ്റ ഹൃദയമുള്ളവരായി ഞാനും നിങ്ങളും ജീവിക്കണം. എങ്കിൽ ദൈവസ്ഥലിൽ നമുക്ക് പ്രാഗൽഭ്യമുണ്ട്, ദൈവസ്ഥലിൽ നമുക്ക് സന്തോഷമുണ്ട്, ദൈവസ്ഥലിൽ നമുക്ക് ജയമുണ്ട്. മാത്രമല്ല, ഞാൻ മുന്നോട്ട് നീങ്ങട്ടെ. അപ്പോസ്തലപ്രവൃത്തികൾ 24-ാം അധ്യായം 16-ാം വാക്യത്തിൽ, അപ്പോസ്തലപ്രവൃത്തി 24-ാം അധ്യായം 16-ാം വാക്യം. അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി എപ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. രണ്ടാമത്, കുറ്റമറ്റ ഹൃദയം മാത്രമല്ല, കുറ്റമറ്റ മനസ്സാക്ഷി നമുക്ക് വേണം. അതെങ്ങനെ? ദൈവത്തോട് കുറ്റമില്ലാത്ത മനസ്സാക്ഷി ഉണ്ടാകാൻ ദൈവത്തെ അനുസരിച്ചു. പൗലോസ് പറയുന്നു, എപ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. കാരണം എനിക്ക് എപ്പോഴും കുറ്റമില്ലാത്ത മനസ്സാക്ഷി ദൈവത്തോട്. എങ്ങനെ? ദൈവഹിതത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യാതെ വരുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ മനസ്സാക്ഷി ഞാൻ ദൈവത്തിന് വിരുദ്ധമായി, ദൈവ വചനത്തിന് വിരുദ്ധമായി, ദൈവ ഇഷ്ടത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യുന്നില്ല എന്ന സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ മനസ്സാക്ഷി കുറ്റമില്ലാത്ത. കാരണം ദൈവ ഇഷ്ടത്തിന് വിരുദ്ധമായി ഞാൻ നീങ്ങിയാൽ മനസ്സാക്ഷി എന്നെ കുത്തും. അപ്പോൾ എൻ്റെ പ്രാഗൽഭ്യം നഷ്ടപ്പെടും. എന്നാൽ ദൈവഹിതത്തിൽ തന്നെയാണെങ്കിൽ അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ഞാനോ നിങ്ങളോ മാറാതിരുന്നാൽ നമ്മുടെ മനസ്സാക്ഷി ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു, ദൈവം ചെയ്യുന്നു സാക്ഷ്യം പറയും. അത് ദൈവത്തോട്. മനുഷ്യരോട് എങ്ങനെ? മനുഷ്യരോട് എങ്ങനെ കുറ്റമില്ലാത്ത മനസ്സാക്ഷി പുലർത്താം? എൻ്റെ വിശദീകരണം ഞാൻ പറയാം. ഇപ്പോൾ 2 രീതിയിൽ മനുഷ്യരോട്, ഇപ്പോൾ നമ്മൾ ലോകത്തിലെ സമൂഹത്തിലെ ജീവിക്കുന്നത്, മനുഷ്യരെ എന്ത് പാപം കണ്ടാലും ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നും പറഞ്ഞ് കണ്ണുമടച്ചിരിക്കാം. എന്ത് കണ്ടാലും കണ്ണുവെച്ചുകൂടാ. അത് കുറ്റമില്ലാത്ത മനസ്സാക്ഷിയാകുമോ? നമ്മളെന്തിനാ അതിലിടപെടുന്നേ? നമ്മളെന്തിനാ കാര്യത്തിൽ ഇടപെടുന്നേ? അവരെ ഉപദേശിക്കുന്നത്, അവരിട്ടപോലെ ഇരുന്നേ. അവർ മനുഷ്യല്ലേ, അവരോട് ഇല്ല. ഈ യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒരു സംഭവമുണ്ട്. പിറവിക്കുരുടനായിരുന്ന ഒരുത്തനെ കർത്താവ് സൗഖ്യമാക്കിയപ്പോൾ അവർ അഴകൊഴമ്പൻ പെരുമാറ്റം എടുത്ത പോലെ, അവൻ കുരുടനായിരുന്നു, അവരെ വിളിച്ച് ചോദിച്ചു, അവനോട് ചോദിച്ചു, അവൻ സാക്ഷ്യം പറഞ്ഞു, അവരെ വിളിച്ചു. അല്ലെങ്കിൽ കർത്താവ് യേശു പാപിയാണെന്ന് അവർക്ക് വരുത്തണം. അപ്പോൾ കുരുടനോട് കുരുടൻ ആയിരുന്നവനോട് ചോദിച്ചപ്പോൾ അവന് സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് മറ്റു പലരോടും ചോദിച്ച് അപ്പനെയും അമ്മയും വിളിച്ച് ചോദിച്ചു. അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്കൊന്നറിയാം,
അവന് കണ്ണ് കാണത്തില്ലായിരുന്നു, ഇപ്പം കാണുന്നു. പിന്നെ മറ്റുള്ളതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അവരെ ഒരു പരുവത്തിന് അവിടെ തഴപ്പി. ഇതുപോലെ പല കാര്യങ്ങളിലും തടി കേടാകാത്ത രീതിയിൽ നിൽക്കാൻ പലരും ശ്രമിക്കാറുണ്ട്. മൊത്തത്തിൽ ഇന്ന് അങ്ങനെ കാണുന്നേ. എന്നാൽ ഞാൻ പറയട്ടെ, അത് ഒരിക്കലും കുറ്റമില്ലാത്ത മനസ്സാക്ഷിയാകത്തില്ല. അല്ലെങ്കിൽ മനുഷ്യരുള്ള ബന്ധത്തിൽ കുറ്റമറ്റ മനസ്സാക്ഷിയാകയില്ല. കാരണം ശരിയായത് അറിയാവുന്നവൻ തെറ്റായി പോകുന്ന വ്യക്തിയെ തിരുത്താൻ, പാപത്തെ ശാസിക്കാൻ, പാപത്തിനെതിരായി പറയാൻ ദൈവത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന, ദൈവവചനം അനുസരിക്കുന്ന വ്യക്തിക്ക് ഉത്തരവാദിത്തമുണ്ട്. അത് അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. സദൃശവാക്യത്തിൽ നല്ലൊരു വാക്യമുണ്ട്: മറഞ്ഞ സ്നേഹത്തെക്കാൾ തുറന്ന ശാസനം നല്ലത്. അതുകൊണ്ട് ധാരാളം സമ്പാദ്യം കൃപയാൽ എനിക്കുണ്ട്. എൻ്റെ മണ്ടത്തരത്തിന് പലരെയും അങ്ങനെ ഗുണദോഷിക്കാൻ പോയി ആവശ്യത്തിന് വാങ്ങിച്ചു കിട്ടിയ അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. ഇന്നത്തെ കാലത്ത് അതേ ഉണ്ടാകത്തുള്ളൂ. എന്നാലും ദൈവസ്ഥൽ പ്രാഗൽഭ്യമുണ്ട്. അപ്പോൾ പാപത്തിന് കൂട്ടുനിൽക്കാതെ, കണ്ണടച്ചാൽ പാപത്തിന് കൂട്ടുനിൽക്കുക, ശാസിച്ചാൽ അല്ലെങ്കിൽ അത് തെറ്റെന്ന് പറഞ്ഞാൽ, മുഖത്ത് നോക്കി പറഞ്ഞാൽ അവരനുസരിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, നമുക്ക് പ്രാഗൽഭ്യമുണ്ട്. മനുഷ്യരോട് കുറ്റമറ്റ മനസ്സാക്ഷി പുലർത്തണമെങ്കിൽ പാപത്തിൻ്റെ മുന്നിൽ കണ്ണടച്ച് പോകുന്നതല്ല. തല പോയാലും സാരമില്ല, നീ ചെയ്ത പാപമാണെന്ന് ഹെരോദാവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ യോഹന്നാനെ പോലെ നീതിയും വിശുദ്ധിയുള്ളവരായി നാമും പെരുമാറണമെന്നുള്ളത് ദൈവത്തിന് ഇഷ്ടമാണ്. എങ്കിൽ മാത്രമേ കുറ്റമറ്റ മനസ്സാക്ഷിയുള്ളവരായി ജീവിക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ഞാൻ എങ്ങനെ അവരെ പണക്കുന്നത്, ഞാൻ എങ്ങനെയാ പറയുന്നത്, ഞാൻ പറഞ്ഞാൽ അവർക്ക് വിഷമാകത്തില്ലയോ, എന്നെ ഉപദേശിച്ചാൽ അവർക്ക് വിഷമാകത്തില്ലയോ, ബന്ധം നഷ്ടപ്പെടുത്തില്ലയോ? എനിക്ക് പല ബന്ധങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ദോഷം ചെയ്തിട്ടില്ല. സ്നേഹത്തിൽ അവരോട് തെറ്റിനെ തെറ്റാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. അവരനുസരിച്ചോ ഇല്ലയോ അവരുടെ കാര്യം, ദൈവമായുള്ള ബന്ധത്തിൽ അവർ തീർത്തോട്ടെ. പക്ഷേ ഓർപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വം. കാരണം ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനോന്ന് ദൈവത്തോട് ചോദിച്ച കയ്യിനെ പോലെയാണല്ലോ ഇത് നമ്മളും പെരുമാറുന്നത്. നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. പൗലോസ് അവനെ വിസ്തരിച്ച ആളുകളുടെ മുഖത്ത് നോക്കി പറയുന്നു, ദൈവത്തോടും എനിക്ക് നല്ല പ്രാഗൽഭ്യമുണ്ട്, മനുഷ്യരോടും പ്രാഗൽഭ്യമുണ്ട്. എതിർക്കേണ്ടതിനെ കണ്ണുമടച്ചോർത്തു, ശാസിക്കേണ്ടതിനെ ശാസിച്ചു, പറയേണ്ടത് പറഞ്ഞു എന്ന് ധൈര്യമായി അവന് പറയാനുണ്ട്. ഇതുപോലെ തന്നെ ദൈവത്തെ അനുസരിക്കുകയും ദൈവശബ്ദത്തിന് കീഴ്പ്പെടുകയും ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ദൈവത്തിൻ്റെ ഇഷ്ടം വിട്ടാവും ഇടത്തോടോ വലത്തോടോ നീങ്ങാതെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിൻ്റെ പോക്കിനെ ദൈവസ്നേഹത്തിൽ തുറന്നു കാണിക്കാനും കുട്ടുവിശ്വാസികൾക്ക് ദൈവം തന്ന ആലോചനയ്ക്ക് ഒത്തവണ്ണം ബുദ്ധി ഉപദേശിക്കാനും നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അവർ കേട്ടാലും കേട്ടില്ലെങ്കിലും പറയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എങ്കിൽ മാത്രമേ നല്ല കുറ്റമറ്റ മനസ്സാക്ഷിയുള്ളവരായി നിൽക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ കുറ്റമറ്റ ഹൃദയം, കുറ്റമറ്റ മനസ്സാക്ഷി. ഇന്ന് സാധിക്കുമോ? നമ്മൾ ഉടനെ ചോദിക്കുന്ന ചോദ്യമാണ്, ഇന്ന് സാധിക്കുമോ? സാധിക്കണമെന്ന് ദൈവവചനം പറയുന്നു. മാത്രമല്ല അങ്ങനെ ജീവിച്ച ഒരാൾ നമ്മുടെ മുമ്പിൽ പറയുന്നു, ഞാൻ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷിയുള്ളവനായിരിക്കാൻ എപ്പോഴും ശ്രമിക്കുന്നു. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് എങ്ങനെ പറയുമോ? 3 ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 6-ാം വാക്യം, ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. ഒരു ദമ്പതികളെ കുറിച്ച് ദൈവവചനം പറയുന്ന സാക്ഷ്യമാണ്.
ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. ഒരു പ്രായത്തിൽ വന്നതിന് ശേഷമല്ല, അവരങ്ങനെ ആയിരുന്നു. യോഹന്നാൻ സ്നാപകൻ്റെ അപ്പനായ സെഖര്യാവിനെ കുറിച്ചും തൻ്റെ ഭാര്യയായ എലിസബത്തിനെ കുറിച്ചുമാണെന്ന് പറഞ്ഞതാ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവർ, ദൈവത്തിൻ്റെ കൽപ്പനകളിൽ ദൈവിക ന്യായങ്ങളിൽ കുറ്റമില്ലാത്തവർ. അപ്പോൾ കുറ്റമറ്റ ജീവൻ നയിച്ചു. നമുക്ക് മാതൃകയാക്കാനുള്ള ചില ജീവിതങ്ങളുണ്ടല്ലോ. മാതൃകയാക്കാൻ പറ്റുന്ന ഒന്നെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലാത്ത കോടിക്കണക്കിന് ആളുകളെക്കാൾ ആ ശബ്ദം ഉറച്ചു പറയും. ഉണ്ട്. ആരെയും കാണുമോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് ദൈവവചനം പറയുന്നു. അതേപോലെ പുറജാതികളുടെ മധ്യേ ആയുസ് മുഴുവൻ ജീവിച്ച, വികാരാദികളുടെ നടുവിൽ തൻ്റെ ആയുസ് മുഴുവൻ ജീവിച്ച ഒരു ദൈവാസം പറയുന്നത് ശ്രദ്ധിക്കുക. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 22-ാം വാക്യം. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായടച്ചു കളഞ്ഞു. അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. രാജാവേ, തിരുമുൻപിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല. ദാനിയേൽ സിംഹത്തിൻ്റെ ഗുഹയെന്ന് കയറിയതിന് ശേഷമല്ല, ഗുഹയ്ക്കകത്ത് കിടക്കുമ്പം പറഞ്ഞതാണ്, രാജാവേ, അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. ആരാധന പേരിൽ അവൻ സിംഹത്തിൻ്റെ ഗുഹയെ പോയെ. സത്യദൈവത്തെ മാത്രം ആരാധിച്ച ദാനിയേൽ. ഏതാണ്ട് വേദപണ്ഡിതന്മാർ പറയുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, 15, 18, 16, അല്ലെങ്കിൽ 20 വയസ്സിൽ താഴെയുള്ള പ്രായത്തിൽ ബാബിലോണിൽ എത്തിപ്പെട്ടതാണ്. പിന്നെ തൻ്റെ ആയുസ് മുഴുവൻ അവിടെ ആയിരുന്നു. കോരശിൻ്റെ ഭരണം വരെ അവൻ ശുഭപ്പെട്ടിരുന്നു. ദാനിയേൽ പ്രവചനം പറയുന്നു, വലിയ ജ്ഞാനിയായവൻ, വലിയ ഭക്തനായവൻ പറയുന്ന വാക്കാണ്, ദൈവസന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. എന്നിട്ട് രാജാവിനോട് പറയുന്നു, രാജാവേ, നിന്റെ മുമ്പിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ കുറ്റമറ്റ ജീവൻ നയിച്ചു. അപ്പോൾ നമ്മുടെ വഴിപഴിച്ച പോക്കിന് മറ്റുള്ളവരെ പഴിയായിരുന്നുള്ള അർത്ഥമില്ല. ദാവീദ് പറഞ്ഞ വാക്യം എന്നെ ഒന്നുകൂടെ ഏൽപ്പിക്കട്ടെ. നമ്മൾ ആദ്യം വായിച്ച വാക്യം, സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിനും നിന്റെ അത്ഭുത പ്രവൃത്തികളെ ഒക്കെയും മണ്ണിക്കേണ്ടതിന് ഞാൻ എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകുന്നു. കുറ്റമറ്റ ജീവിതം. രണ്ട് വ്യക്തികളെ കുറിച്ച് ഇവിടെ സാക്ഷ്യം പറയുന്നു, കുറ്റമറ്റവർ. അവരെ പോലെ ജീവിപ്പാൻ എനിക്ക് സാധിച്ചെങ്കിൽ, അവരെ പോലെ കർത്താവിനെ സേവിപ്പാൻ എനിക്ക് സാധിച്ചെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ അതിന് അവർക്കായി സ്തോത്രം. എന്നാ ചിന്തിക്കുന്നില്ല. ജീവിക്കാത്തവനെ അവൻ്റെ പേരും പറഞ്ഞ് നമ്മുടെ തെറ്റായ പോക്കിന് അവൻ്റെ മറ്റുള്ളവരുടെ പേരും പറഞ്ഞ് നാം അവരെ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് തൽക്കാലത്തേക്കാണ്. കുറ്റമറ്റ ജീവിതം, കുറ്റമറ്റ ഹൃദയം, ദൈവസ്ഥലിൽ പ്രാരംഭ്യമുള്ളത്, കുറ്റമറ്റ മനസാക്ഷി, ദൈവസ്ഥലിലും മനുഷ്യരുടെ മുൻപിലും കുറ്റമില്ലാതെ ജീവിക്കുന്ന അനുഭവം, ജീവിതം. ഈ തലമുറയിൽ അത് സാധ്യമോ എന്ന് ചോദിക്കുന്നവരോട് അത് സാധിക്കണം എന്ന് പറയുന്നതാണ് ദൈവവചനം. അതിനാണ് തിരുവെഴുത്ത് നമുക്ക് തന്നത്, അതിനാണ് കർത്താവ് നമ്മെ രക്ഷിച്ചത്, അതിനാണ് ജീവരക്തം നമുക്ക് വേണ്ടി ഊറ്റിക്കൊടുത്തത്. എങ്കിൽ നാം സ്തോത്രം ചെയ്യുമ്പോൾ നമ്മളെ സ്തോത്രത്തിന് വിലയുണ്ട്. വെറുതെ കിടന്ന് ഒരു 1000 പേരോ 10,000 പേരോ കൂടിക്കിടന്ന് സ്തോത്രം ചെയ്താലൊന്നും ദൈവം പ്രസാദിക്കുകയില്ല. കുറ്റമില്ലായ്മയിൽ കൈയെഴുന്ന ദൈവത്തിൻ്റെ സ്തോത്രത്തിന് അതിൻ്റെതായ വിലയുണ്ട്. ദാവീദാണല്ലോ പറഞ്ഞേ, എനിക്ക് സ്തോത്രം ചെയ്യണം, സ്തോത്രസ്വരം കേൾപ്പിക്കണം, ദൈവത്തിന് നന്ദി കരയറ്റണം. പക്ഷേ കുറ്റം ചെയ്യുന്ന അല്ലെങ്കിൽ കുറ്റമില്ലാത്ത
എൻ്റെ കൈകൾ കുറ്റമറ്റ, ജീവിതം കുറ്റമറ്റ രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ സ്തോത്രത്തിന് വിലയുള്ളൂ എന്ന് അവൻ മനസ്സിലാക്കിയെങ്കിൽ, അതിനുവേണ്ടി അവൻ ജീവിച്ചെങ്കിൽ, മാത്രമല്ല സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം, എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഇന്നിന്നവയെന്ന് ഇതാ നോക്ക്, ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തത് എന്തെല്ലാം കാര്യമാണെന്ന് നോക്കാമെന്ന് ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികളെ വർണ്ണിക്കണം. ആർക്കാണ്? കുറ്റമറ്റ ജീവൻ നയിക്കുന്നവർ, കുറ്റമറ്റ ജീവൻ നയിക്കുന്നവർ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എല്ലാവരെയും സ്തോത്രം ദൈവത്തിന് വേണ്ട, എല്ലാവരെയും സ്തോത്രം ദൈവത്തിന് വേണ്ട. ഈ 33-ാം സങ്കീർത്തനം 1-ാം വാക്യം, നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. നേര് അവർക്ക് മാത്രമാണ് സ്തുതിക്കുന്ന ഉചിതം. മറ്റേ വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിന് ആ സ്തോത്രം മതി. ഇന്നത്തെ സഭകൾ കുറച്ച് വലിയ ശബ്ദഘോഷം ഉണ്ടാക്കി ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്നാ ധരിക്കുന്നേ എന്ന് ഞാൻ പറയട്ടെ. കുറ്റം കൊണ്ട് നിറഞ്ഞ കൈകൾ എന്താ പറയുക, പാപത്താൽ മലിനമായി പോയ, കുറ്റം ചെയ്ത, പ്രാഗൽഭ്യം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നാം മുന്നോട്ട് പോകുന്നെങ്കിൽ നാം സ്തോത്രം ചെയ്തൊന്നും ഒരു കാര്യമില്ല. ഒത്തിരി ഒച്ച വെക്കുന്നവൻ വലിയ ആത്മീയനാണെന്ന് കരുതുന്ന കാലഘട്ടമായത്. ഒരു കാര്യമില്ല. അനുഭവക്കാർക്ക് പറയാനുണ്ട്, കുറ്റമില്ലായ്മയിൽ കൈകളെ കഴുകുന്നു. കർത്താവേ, തിരുമുൻപിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. എല്ലാം പറഞ്ഞു അതാണല്ലോ, എൻ്റെ ദൈവം മുമ്പിൽ ഞാൻ കുറ്റമറ്റവൻ. രാജാവേ, അവൻ വിരാതൻ. പക്ഷെ അവനോട് പറയുന്നു, രാജാവേ, തിരുമുമ്പിലും ഞാൻ ഒരു കുറ്റവും ചെയ്തില്ല. എത്ര വലിയ പ്രാഗൽഭ്യം, എത്ര വലിയ പ്രാഗൽഭ്യം. പ്രിയമുള്ളവരെ, നമുക്ക് സാധിക്കും. ഇല്ല എങ്കിൽ എവിടെയാണ് കുഴപ്പമെന്ന് കണ്ടുപിടിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തോട് പ്രാഗൽഭ്യമുള്ള, കുറ്റപ്പെടുത്താത്ത കുറ്റമറ്റ ഹൃദയവുമായി, പ്രാഗൽഭ്യമുള്ള ഹൃദയവുമായി, പ്രാഗൽഭ്യമുള്ള മനസ്സാക്ഷിയുമായി ദൈവത്തോടും മനുഷ്യരോടും, എന്നെ പാപം കണ്ടിട്ട് അതിനെ കണ്ണടച്ചില്ല, ഞാൻ പാപത്തെ ശാസിച്ചു, അതിന് എതിർത്ത് നിന്നു, അവർ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, എന്നെ വെറുത്താലും ഇല്ലെങ്കിലും ഞാൻ പാപത്തിന് എതിർത്ത് നിന്നു എന്ന് പറയുവാൻ കഴിയുന്ന, ആ ഒന്നിനും പങ്കുചേരാത്ത, ഒഴിഞ്ഞു മാറുക മാത്രമല്ല, വിട്ടുമാറുക മാത്രമല്ല, എതിർത്ത് നിൽക്കുന്ന, ദൈവത്തെ അനുസരിക്കുന്ന നല്ല മനസ്സാക്ഷിയോടെ, കുറ്റമറ്റ മനസ്സാക്ഷി സാക്ഷ്യം പറയുന്ന നിലയിൽ കുറ്റമറ്റ ജീവൻ നയിക്കുന്നതിന് നാം മുന്നോട്ട് പോകുന്നെങ്കിൽ, നമ്മൾ നിന്ന് നമ്മുടെ സ്തോത്രത്തിന് സ്വർഗം ആമേൻ പറയും. നാം ദൈവത്തെ സൂചിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ സ്തോത്രത്തിന് വിലയുണ്ട്. മാത്രമല്ല, നമുക്ക് ചിലത് പറയാനുണ്ട്. ഏതാ? ദൈവം എനിക്ക് വേണ്ടി ചെയ്തത്, ദൈവം എനിക്ക് വേണ്ടി ചെയ്തത്, അവൻ്റെ അത്ഭുതങ്ങൾ. ഞാനെല്ലാം പറഞ്ഞതാണല്ലോ, എൻ്റെ ദൈവം സിംഹത്തിൻ്റെ വായടച്ച് ദൂതനെ അയച്ച് സിംഹത്തിൻ്റെ എന്നെ തൊട്ടില്ല. സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ കാലത്തിലും ഇത് സാധ്യം. സംഗതി ബുദ്ധിമുട്ടാണ്, ഇല്ലെന്ന് പറയുന്നില്ല. നാടോടുമ്പം നടുവയോടുന്ന ക്രിസ്തീയതമല്ല. സംഗതി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതാണ് ജീവിതം. ശരിയായത് ഇതാണ്. കുറ്റമറ്റ ഹൃദയത്തോടെ, കുറ്റമറ്റ മനസ്സാക്ഷിയോടെ, കുറ്റമറ്റ ജീവൻ നയിച്ച് ദൈവസ്ഥലെത്തുവാൻ നമുക്കൊരുങ്ങാം. ഇത് താൽക്കാലിക വാസമാണ്. ഇവിടെ എങ്ങനെയും ജീവിക്കുന്നതല്ല, കുറ്റമറ്റ ജീവൻ നയിക്കുന്നവരായി. സെക്കൻഡ്യാവിനെ കുറിച്ചും എലിസബത്തിനെ കുറിച്ചും ദൈവം തൻ്റെ ആത്മാവ് സാക്ഷ്യം പറഞ്ഞതുപോലെ കുറ്റമില്ലാത്തവരായി, കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമറ്റവരായി, അവരുടെ പ്രാർത്ഥനയ്ക്ക് ദീർഘവർഷങ്ങൾ മറുപടി കിട്ടി. യൗവനാരംഭം മുതൽ, അല്ലെങ്കിൽ യൗവനത്തിൽ അവരുടെ വിവാഹം കഴിഞ്ഞ നാൾ മുതൽ അവർ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല. എങ്കിലും ദൈവസ്ഥൽ കുറ്റമറ്റവരായി ജീവിച്ചു. അവർ ഹൃദയം നന്ദികേട് കാണിച്ചില്ല, കുറ്റമറ്റവരായി ജീവിച്ചു. ദൈവത്തിൻ്റെ സമയത്ത് ദൈവരെ മാനിച്ചു. ഇതേപോലെ നമ്മുടെ ഈ ജീവിതം
ദൈവോസൽ പ്രാഗൽഭ്യമുള്ള ഹൃദയത്തോടെ, കുറ്റമറ്റ മനസാക്ഷിയോടെ, കുറ്റമറ്റ ജീവൻ നയിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ മാലിന്യങ്ങൾ, വീഴ്ചകൾ, പരാജയങ്ങൾ കണ്ടുപിടിച്ച് ആത്മാർത്ഥമായി ദാസനപ്പെട്ട് ഉപേക്ഷിച്ച് കർത്താവിന് സനിൽ വീണ് ദൈവ പ്രാപിച്ച് ദൈവസനിൽ പ്രാഗൽഭ്യത്തോടെ കുറ്റമറ്റ മനസാക്ഷിയോടെ നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ലോകം നമ്മെക്കുറിച്ച് എന്ത് പറഞ്ഞാലും കർത്താവ് നമ്മുടെ ജീവിതത്തെ നോക്കിയിട്ട് എൻ കുറ്റമറ്റവെന്ന് പറയുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എത്ര പ്രധാനം. അപ്പോൾ നമ്മൾ സകര്യാവിനെയും സുബനെയും ചിന്തിച്ചു, ദാനിയേലിനെയും ചിന്തിച്ചു. ദാവീദും പറയുന്നതാണ്, ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു. കുറ്റമില്ലായ്മയിൽ സ്തോത്രം. നമ്മുടെ ജീവിതം അപ്രകാരമാകുവാൻ ദൈവം ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവാനായ സ്വർഗീയ പിതാവേ, ഞങ്ങളെ അവിടുത്തെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. കുറ്റമറ്റ ഹൃദയത്തെയും കുറ്റമറ്റ മനസാക്ഷിയെയും കുറ്റമറ്റ ജീവിതത്തെയും കുറിച്ച് ഇന്ന് പൽക്കാലം ഞങ്ങൾ ചിന്തിപ്പാണ്ടേയായല്ലോ. ചിലരെങ്കിലും അങ്ങനെ ജീവിച്ച് അങ്ങയെ പ്രസാദിപ്പിച്ച് കർത്താവേ ദൈവത്താൽ മാനിക്കപ്പെട്ടതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരും അടിയനും നാഥാ കുറ്റമറ്റവരായി തിരുസൽ കാണപ്പെടുവാൻ ദൈവത്തോട് പ്രാഗൽഭ്യമുള്ള നാഥാ കുറ്റമറ്റ മനസാക്ഷിയോടെ കുറ്റമറ്റ ജീവിതം നയിച്ച് എൻ്റെ ദൈവം എൻ്റെ സ്തോത്രത്തിന് കർത്താവെ എൻ്റെ സാക്ഷ്യങ്ങൾക്ക് ആമേൻ പറയുന്ന നിലയിൽ അംഗീകരിക്കുന്ന നിലയിൽ ഞങ്ങളുടെ ജീവിതമായി തീരുവാൻ സഹായിക്കുമാറാണമേ. അടിയനെ കേൾക്കുന്ന ഓരോരുത്തോടും ദൈവാത്മാവ് ഇടപെടണമേ. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.